ഹലോ, ഞാനും അച്ചൂട്ടിയും കൂടി ഇപ്പം നിൽക്കുന്നത് അരളിക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. അതൊരു ഉന്നതിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വന്നു. എന്നിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഒരു പുഴയുടെ സൈഡിലാണ്. അതായത് ഒരു കനാൽ കെട്ടിയിട്ടുണ്ട്. ആ കനാലിൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അത് കണ്ടോ, പിന്നെ കനാലിൻ്റെ കയറാനും ഇറങ്ങാനും സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് റോഡുണ്ട്. ആ റോട്ടിൽ കൂടി അങ്ങനെ, റോഡല്ല ഒരു വഴി, നടവഴി പോലെ. അപ്പോൾ അപ്പുറത്ത് കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ല ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ക്യാമറ പിടിക്കുന്നില്ല. അപ്പോൾ അത് ഇവിടെ ഒരു തടയണ കെട്ടിയിട്ട് അത് ഇപ്പുറത്തെ തടയണ കെട്ടിയിരിക്കുന്നത് കണ്ടോ. അത് കണ്ടോ. അപ്പോൾ അതിലിപ്പോൾ വെള്ളമൊക്കെ കുറവാണ്. ഇപ്പോൾ കുറേശ്ശെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ ഭാഗമൊക്കെ ഒന്ന് കാണിക്കാമെന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ കണ്ടാസ്വദിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഒരു വീഡിയോയും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതുണ്ടോ, കുറേ ആടുകളൊക്കെ വീണു. പിന്നെ പിന്നാമ്പുറം നല്ല മലകളാണ്. ഇതാ അവിടെയൊക്കെ നല്ല മലയാണ്. ഒരു കൊറ്റി അതാ പറന്നു പോണു. നല്ല അടിപൊളി കാഴ്ചാട്ടോ. അവർ തെങ്ങിൻ തോട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഇറങ്ങിയത്. പൊയ്ക്കോ. രണ്ട് ആടുകൾ ഞങ്ങളെ കണ്ടിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അത് റിവേഴ്സ് ഗിയറിൽ പോണു. അയ്യോ, എനിക്ക് തല കറങ്ങണു. ഇങ്ങോട്ട് ബാ, അറ്റത്തേക്ക് മാറി നിന്നിട്ട് എനിക്ക് തല കറങ്ങുന്നുണ്ട്. ഇങ്ങോട്ട് പോരെ, ബാ, ഇങ്ങോട്ട് ബാ. അപ്പോൾ ഞങ്ങൾ ഈ കനാലിൻ്റെ ഇവിടുന്ന് കയറുക. അവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് കയറുക കേട്ടോ. ഒരു കമ്പനിയാണ്. അപ്പോൾ അതേ ഈ സ്റ്റെപ്പ് ഇതേണ്ട, ഞാൻ ഇപ്പോൾ കയറിയ സ്റ്റെപ്പ് ഇവിടെ ഇതാ. ഈ സ്റ്റെപ്പ് തിരികെ കയറി ഞാൻ മേലെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് കയറുന്നത് ഒരു കഴുങ്ങുന്തോട്ടാണ്. ആ കഴുങ്ങുന്തോട്ടം കഴിഞ്ഞാൽ പിന്നെ ഈ ഉന്നതിയിലുള്ളവരുടെ കൃഷിയായിരിക്കും കേട്ടോ അതൊക്കെ. പിന്നെ കുറേ വീടുകളാണ്. വീടിൻ്റെ അടുത്തുള്ള കാഴ്ചയൊക്കെ ഒന്ന് കാണിച്ചു തരാം, ബാ. അപ്പോൾ ദേ ഇങ്ങനെ ഒരു കവുങ്ങുന്തോട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇവർക്ക് വരാനുള്ള വഴിയാണ്. നമ്മൾ ഇവിടെ തന്നെ താമസിക്കുന്നതും കൊണ്ട് നമുക്ക് ഇങ്ങോട്ടൊക്കെ ഇറങ്ങാം. അതായത് ഇവിടെയല്ല, ഈ പരിസരത്തൊക്കെ താമസിക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടൊക്കെ ഇറങ്ങാം. ആരൊന്നും പറയില്ല. അപ്പോൾ അങ്ങനെ ഇറങ്ങിയാണ്. എല്ലാവർക്കൊന്നും ഈ വഴി കൂടി വരാൻ കഴിയില്ല കേട്ടോ. അവർ സമ്മതിക്കില്ല. അപ്പം നമ്മളെ പരിചയമുള്ളതും കൊണ്ട് ഇടയിൽ ചിലർക്കൊക്കെ നമ്മളെ അറിയാമല്ലോ. അതുകൊണ്ട് നമുക്ക് വരാം. 6 മണിയൊന്നും കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഇങ്ങോട്ട് കയറാനൊന്നും പറ്റില്ല. അപ്പം അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വീടുകളും ഒക്കെ വീഡിയോ എടുത്തിട്ട് നമുക്കങ്ങനെ പോവാം. ഇവിടെ അതേ ഒരു ശവകുടീരം പണിതിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ മൂപ്പന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിലത്തെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. ചോദിക്കാനൊരു പേടി, അപ്പോൾ ചോദിക്കണില്ല. ഈ വീട്ടിലത്തെ കോഴിക്കൂടാണിത്. കോഴീനെ കാണാനില്ല. കോഴി ഉണ്ടോ ഇതിൽ? കോഴി ഉണ്ടോ? അതിൻ്റെ ഉള്ളിലുണ്ടല്ലേ. പിന്നെ ഇത് ഇവിടെ ഒരു ചോറൊക്കെ വെക്കുന്ന ഒരു കുഞ്ഞ് ഷെഡ്, വീടിന് പുറമേ ഉള്ള ചോറ് കറിയൊക്കെ വെക്കുന്ന ഒരു ഷെഡ് കേട്ടോ. ഇതാ ഒരു പട്ടിക്കുട്ടി സുഖമായി കിടന്നുറങ്ങണു. തണുപ്പുണ്ടാവുമല്ലോ ഇവിടെ, അതും കൊണ്ട് ഇതാ കോഴി കിടന്നുറങ്ങണു. ഇതൊരു അമ്മൂമ്മ എൻ്റെ അടുത്ത് പട്ടിക്കുട്ടി കിടക്കണു പറയാണ്. സാധാരണ ജീവിതം കേട്ടോ. ഇത് കണ്ടോ, അവിടെ കുഞ്ഞൊരു വീട്, ഇതൊരു കുഞ്ഞ് ഷെഡ്. എന്തിൻ്റെ ഷെഡ് അറിയില്ല. വാഹനങ്ങളൊക്കെ കയറ്റിയിട്ടിട്ടുണ്ട്. ഒരു ജീപ്പ്. ഇവിടുത്തെ ഉള്ളവർക്ക് പോകാൻ ഇവിടുന്ന് വണ്ടിയൊന്നുമില്ല. അപ്പോൾ ഇവർക്ക് ഇങ്ങനത്തെ ജീപ്പിലൊക്കെ വേണം പോവാൻ. പോണ വഴിയിൽ ഇതൊരു കുഞ്ഞു വാവ ഇന്ത്യനി ടാറ്റാ. ഒന്നുമില്ല കയ്യിൽ, ഫോണ് മാത്രമുണ്ട്. വാലാട്ടാ. ഇതാ ഈ റോഡ് വഴിയാണ് നമ്മൾ ഇറങ്ങി വന്നത് കേട്ടോ. അങ്ങോട്ട് സിമൻറ്റ് റോഡൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവർ താമസിക്കുന്നതിൻ്റെ അറ്റം വരേക്കും സിമൻറ്റ് റോഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതാ അതൊരു കുഞ്ഞു വീട്. ആ വീട്ടിലിപ്പോൾ ആൾ താമസമൊന്നും അല്ല തോന്നുന്നു. പശുവിനൊക്കെ കെട്ടും പോലെ തോന്നി. അതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ ചാണകം ഉണ്ടായിരുന്നു. പിന്നെ ഇത് ആട്ടുംകൂട് പൊളിഞ്ഞതാണ്. ഇപ്പം ഞാൻ കയറുന്നത് നല്ലൊരു കയറ്റാട്ടോ. അപ്പോൾ കാറൊക്കെ കൊടുന്നാൽ കയറുമായിരിക്കും. ഇവിടെ ബൈക്കും കാര്യങ്ങളൊന്നും കയറുണ്ടാവില്ല. പിന്നെ അതേ ഞങ്ങൾ വന്ന പോലെ നടന്നൊക്കെ വരാം ദൂരത്തേക്ക്. നല്ല അടിപൊളി വ്യൂസ്. ഇവിടുന്നൊരു മലയുടെ വ്യൂ ഉണ്ട്. ഈ കുഞ്ഞു വീടുകളുടെ ഇടയിൽ കൂടി ഇതുണ്ട് ഒരു മലയുടെ വ്യൂ നിറയൊക്കെ ആയിട്ട്. അതാ ഒരു ലോറി പോകുന്നു അപ്പുറത്തെ റോഡിൽ കൂടി. ആ റോഡ് പറഞ്ഞാൽ നമ്മൾ എന്താ വെച്ചാൽ സ്ഥലത്തിൻ്റെ പേര്, വേറൊരു സ്ഥലമുണ്ടല്ലോ, നമ്മൾ അന്ന് പോയി സ്വർണ്ണകഥയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട്. അയ്യോ എന്താണ്, ഒരു ഊരുണ്ട് കേട്ടോ അങ്ങനെ ദൂരെ. അങ്ങോട്ട് പോണ വഴിയാണത്. ഒരിക്കൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ പെട്ടെന്ന് പേര് മറന്നുപോയി. ഇതൊക്കെ ഒരു വഴി. ഈ വഴി കൂടെയൊക്കെ റിസ്ക് എടുത്ത് കയറിയിട്ട് ഇറങ്ങണം. നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. അവിടെ ഒരു കുഞ്ഞ് ഷെഡ്. വേണ്ട, ഇവനൊരു പാറ്റക്കായ തൊലിച്ചിട്ട് തിന്നാണ് കിട്ടിയത്. നല്ല കാടല്ലേ, അപ്പോൾ നല്ല കായകൾ കിട്ടും. പിന്നെ ഇതാ കുറേ വീടുകൾ, പക്ഷികളും പിന്നെ മൃഗങ്ങളും വേറെ ജീവികളും ആനയും കുതിരയും. കുതിര അല്ലാതെ എക്സ്ട്രാ ഇട്ട് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാം കൂടി ചേർന്നിട്ട് എല്ലാം കൂടി കലർന്നിട്ട് മനുഷ്യരും ജീവികളും കൂടി ഒന്നിച്ച് സഹവസിക്കുന്ന ഒരു സ്ഥലം. ഇവിടെ നല്ലൊരു അടിപൊളി പൂവുണ്ട്. ഒക്കെ ഉണങ്ങി, വെള്ളം കിട്ടാണ്ട് എല്ലാം ഉണങ്ങി. ഇവിടെ എത്ര വീടുകളാണ് നമുക്കറിയില്ല കേട്ടോ. അതിനെപ്പറ്റി നമ്മൾ ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അത് ഇത്രയും വീടുകൾ എനിക്കിവിടെ, ഞാൻ ഇപ്പോൾ കുറച്ച് ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ ഇത്രയും വീടുകൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. വേണ്ട, എല്ലാവരും കൂടി ഒന്നിച്ച. ചില വീടുകളൊക്കെ പൊളിഞ്ഞിട്ട് വള്ളിപ്പടർപ്പൊക്കെ കയറിയിട്ട് അവിടെ നിൽക്കുന്നത് കാണാണ്ട്. അതിൽ എല്ലാ തരം വീടും ഉണ്ട് കേട്ടോ. കുഞ്ഞു വീടും വലിയ വീടും വാർപ്പ് വീടും ഓട് വീടും ഓല വീടും ഒക്കെ ഉണ്ട്. പണി കഴിയാത്ത വീടും പണി തുടങ്ങിയ വീടും എല്ലാം കാണാനുണ്ട്. ഒരു കുഞ്ഞു നദി കേട്ടോ. റോഡിനപ്പുറം നിറയെ വീടുകളാണെങ്കിലും റോഡിൻ്റെ ഇപ്പുറം ഫുൾ കാടാണ്. ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ്. എപ്പോഴും ഇങ്ങോട്ട് വരാനൊന്നും പറ്റില്ല. സന്ധ്യ മയങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാനൊന്നും പറ്റില്ല. ഇവിടെ ആനയൊക്കെ വരും കേട്ടോ. അപ്പോൾ അത്രയും വീടുകളാണ് അവിടെ ഉള്ളത്. പിന്നെ ഒറ്റയും തെറ്റിയായിട്ട് അവിടെയും ഇവിടെയായിട്ട് ഓരോ വീടുകളുണ്ട്. അപ്പം നമുക്ക് ഞാൻ കണ്ട് വന്ന വഴികൾ കാണണ്ടേ, അത് കാണിച്ചു തരാം കേട്ടോ. ഇനി നടന്നിട്ട് നമ്മൾ എത്തില്ല. ഏതെങ്കിലും വണ്ടി കിട്ടിയാൽ അതിൽ കയറി പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. പാറ്റക്കായ കൂട്ടം. പാറ്റക്കായ പറഞ്ഞ ഒരു മരം. ആ മരത്തിൽ പിന്നെ ഇങ്ങനെ കാറ്റത്ത് പൂമ്പാറ്റ പോലെ പറന്ന് പോകണം. ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ കൊഴിയുന്നൊരു ഇതില്ലേ, അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്ത. അതിനാണ് ഇവൻ പറയണത് പാറ്റക്കായ മരം എന്ന്. ഇതെന്താ അംഗൻവാടി. ഇവിടുത്തെ അംഗൻവാടി കാണിച്ചതാ. ഇതാണ് അരളിക്കോണത്തെ അംഗൻവാടി. ഞാൻ അരളിക്കോണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിൽ എഴുതി കണ്ടപ്പോൾ അരളിക്കോണം എന്നാണ്. അരളിക്കോണാണോ അരളിക്കോണാണോ അറിയില്ല. ഇതിൽ എഴുതിയിരിക്കുന്നത് അരളിക്കോണം എന്നാണ്. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ അരളിക്കോണം എന്നാണ് പറഞ്ഞത്. രണ്ടും പറയണുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഈ എഴുതിയതിന് ഇങ്ങനെ ആക്കിയതാണോ എന്നും അറിയില്ല. ഇതെന്താ ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിക്കും മലയാളം അല്ലല്ലോ, ഇവരുടേതായ ഭാഷയുണ്ട്. അതല്ലാതെ പിന്നെ തമിഴ് അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ശരിക്കുള്ള മലയാളം ഇവിടെ ഉള്ളവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഈ അരളിക്കോണാണോ അരളിക്കോണാണോ എന്ന് ഉറപ്പിക്കാനും പറ്റുന്നില്ല കേട്ടാ. പിന്നെ അതൊരു കുഞ്ഞു വീട്, ഒരു പൂമ്പാറ്റ അവിടെ പറന്ന് പോകുന്നുണ്ട്. ഒരു പൂമ്പാറ്റയൊന്നുമല്ല, നിറയെ പക്ഷികളും പൂമ്പാറ്റയൊക്കെ പറന്ന് പോകുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തെ ഏറ്റവും അവസാനത്തെ വീട് ഇതാണ്. നമ്മൾ തുടങ്ങിയോടത്തുനിന്ന് ഇങ്ങോട്ട് പോരുവാണെങ്കിൽ അവസാനത്തെ വീട് ഇതാണെന്ന് തോന്നുന്നു. ഈ ഭാഗത്ത് എന്താ കാങ്ങുതോട്ടൊക്കെ നല്ല ഫെൻസിങ്ങൊക്കെ ഇട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. ഇളനീര്, അടയ്ക്ക ഒക്കെ ഉണ്ട് കേട്ടോ. റോഡൊക്കെ നല്ല സിമൻറ്റ് റോഡ് ഇട്ടുണ്ട്. പക്ഷെ ഒരു വണ്ടിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. 2 ബൈക്കിന് മാത്രമേ ഇവിടെ അപ്പുറം ഇപ്പുറയും പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഓട്ടോ പോലെയുള്ള ഒത്തിരി വലിയ വാഹനങ്ങൾ, കാറൊക്കെ ആണെങ്കിൽ ഒരെണ്ണേ വരാൻ പറ്റുള്ളൂ. പിന്നെ എവിടെയെങ്കിലും ഒഴിവുള്ളിടത്ത് മാറി കൊടുക്കണം. ആനയും പുലിയൊക്കെ ഉള്ള ഇങ്ങനത്തെ കാട്ടുവഴി കൂടി വേണം ഇവർക്ക് ഇങ്ങോട്ട് വരാൻ. ഒരു നേരം കഴിഞ്ഞാലൊന്നും ഇങ്ങോട്ട് കടക്കാനൊന്നും കഴിയില്ല. അപ്പോൾ നമ്മളവിടെ ഒരു ജീപ്പൊക്കെ കണ്ടില്ല. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അങ്ങനെയുള്ള വണ്ടികളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതാ ഒരു ഭാഗത്ത് റൈറ്റ് സൈഡിലൊക്കെ കൃഷിയും വീടുകളും ആണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് ഭാഗത്ത് ഫുൾ കാടാണ് കേട്ടോ. എവിടെ വീട്? ആ വീട് തന്നെ നമ്മൾ അവിടെ പറഞ്ഞത്. ഇതാണ് ഇങ്ങോട്ടുള്ള വഴികൾ. പക്ഷെ വർഷക്കാലത്ത് വരണം. വർഷക്കാലത്ത് വന്നാലേ നമുക്ക് ഇവിടെയൊക്കെ വെള്ളമൊക്കെ ഒഴുകി പോകണമൊക്കെ കാണാൻ പറ്റും. ഈ പറമ്പിലൊരു അമ്മ പണിയെടുക്കുന്നുണ്ട്. കഴുങ്ങിന് തടം കോരുക അല്ലേ? ഒരു കഴുങ്ങിന് തടം കോരുക ഒക്കെ ഒറ്റയ്ക്ക് ചെയ്യും. ഒറ്റയ്ക്ക് ചെയ്യും. കുട്ടികൾക്ക് ജോലി.
സൂര്യാസ്തമയാണ് ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. മലകളുടെ ഇടയിൽ എത്ര മല വെച്ചു? 1 2 3 4 5 5 5 മലകൾക്കപ്പുറേ. മുന്നത്തെ മല ചെറുത്, അതിൻ്റെ ഇപ്പുറത്തെ മല കുറച്ച് വലുത്, അതിൻ്റെ അപ്പുറത്തെ മല അതിന് കുറച്ച് വലുത്, പിന്നെ അങ്ങനെ അതിനെക്കാട്ടും ഹൈറ്റിൽ അതിൻ്റെ ഇടയിൽ കൂടി സൂര്യൻ അത് അസ്തമിക്കാൻ പോണു. കാടിൻ്റെ കാഴ്ച എപ്പോഴും സുന്ദരം തന്നെയാണ്. എന്ത് രസമാണ് കാണാൻ. ഒരു വലിയ കയറ്റാണ് ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അയ്യ, ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒക്കെ ഓരോ ഗുഹയ്ക്ക് ചെല്ലും പോലെയാണ് ഈ ഭാഗങ്ങളൊക്കെ. ഇവിടുന്ന് ഭയങ്കര ഇറക്കും. ആ, മയിലൊക്കെ കരയണ നമുക്ക് കേൾക്കാം. മരങ്ങളൊക്കെ വേനൽക്കാലം ആയതുകൊണ്ടൊക്കെ ഉണങ്ങിപ്പോയി, ഇലയൊക്കെ പൊഴിച്ച് നിൽക്കുമായിരിക്കും. ഈ ഭാഗത്തേക്ക് നമ്മൾ ആദ്യമായിട്ടാട്ടോ വരുന്നത്. അതുകൊണ്ട് വർഷക്കാലത്ത് കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ് ഇപ്പോൾ. അവിടെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അതായത് മലവെള്ളം വരുന്ന സ്ഥലം, മലയിൽ നിന്ന് ചോല ഒഴുകി വരില്ലേ, അങ്ങനൊരു സ്ഥലം. പക്ഷേ വർഷമല്ലല്ലോ, അതുകൊണ്ട് വെള്ളമൊക്കെ വറ്റി. അത് കണ്ട അവിടെ നിന്ന് ഒഴുകി വരും. എന്നിട്ടിപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ റോഡുണ്ടല്ലോ, ഈ റോഡിൽ കൂടി ഒഴുകിയിട്ട് ഇങ്ങനെ താഴേക്ക് പോവും. ഇതെന്താ താഴേക്ക്. അപ്പോൾ അതുവരേക്ക് നല്ല സിമെൻ്റൊക്കെ ഇട്ടിട്ടുണ്ട് പൊളിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ശക്തിയിലൊക്കെ വെള്ളം വരുമല്ലോ, അപ്പം അങ്ങനെ ആകുമ്പോൾ പൊളിഞ്ഞൊന്നും പോവില്ല. നല്ല ഭംഗി. ഇതിപ്പോൾ വർഷക്കാലത്താണെങ്കിൽ ആലോചിച്ച് വെച്ച് നല്ല രസമുണ്ടാവും അല്ലേ വെള്ളം പോകുന്നത് ഇങ്ങനെ കാണാൻ. വേനലായപ്പോഴും വേനലിൻ്റേതായൊരു ഭംഗിയുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. പിന്നെ ഇതിനൊക്കെ ക്രോസിങ് ആയിട്ട് ഇങ്ങനെ ഫെൻസിങ് ഇട്ടിരിക്കുകയാണ്. അതായത് ആന അങ്ങോട്ട് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയുള്ള ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാവുമല്ലോ, ഇവിടെ ഹോസ്പിറ്റലുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് ആന ആക്രമിക്കാൻ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ ക്രോസ്, ഈ പുഴയ്ക്കൊക്കെ അപ്പുറം ഇപ്പുറയും ക്രോസിൽ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ വേറെ വഴി കൂടി കയറി വരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇതേ ഒരു ആലുണ്ട്, ആല് കാണിച്ചു തരാം. കുറച്ച് വലിയൊരാല് ഇതുണ്ടോ, വലിയൊരാല്. ഇതാ അവിടെ കാട് മേയ്ക്കുന്ന ആൾക്കാരുണ്ട്, അവർ വർത്തമാനം പറയണ കേട്ടോ. ഇവിടുത്തെ ആൾക്കാർക്കുള്ള പ്രധാന വരുമാന മാർഗം ആട് പശു ഒക്കെ മേയ്ക്കൽ തന്നെയാണ്. പിന്നെ കൃഷി മുഴുവനൊന്നും അവർക്ക് കിട്ടൂല. കുറേയൊക്കെ കാട്ടുമൃഗങ്ങൾ നശിപ്പിച്ച ശേഷം അവർക്ക് കിട്ടുള്ളൂ. ആലിൻ്റെ വേരിൻ്റെ അറ്റം കണ്ട നല്ല റെഡ് കളറായിട്ട് സൂര്യാസ്തമിക്കുന്ന കളറ്. നമ്മളിപ്പോൾ വന്നതിൽ ഏറ്റവും വലിയ കയറ്റമാണ് ഈ കാണുന്നത് കേട്ടോ. ഇപ്പം ഞങ്ങൾ കയറി വന്നത് ഇതാണ് ഏറ്റവും വലിയ കയറ്റം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചുറ്റും ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് ഭയങ്കര ഫോറസ്റ്റും ഇപ്പുറത്ത് കൃഷികളുമാണ്. പിന്നെ ഇടയിലിടയിൽ കുറച്ച് ഭാഗം മാത്രം, 2 ഭാഗം ഫോറസ്റ്റ്. അങ്ങനെയുള്ള വഴികളിലൂടെയാണ് ഇനി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു 2 സൈഡും എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിട്ട് വീഡിയോ നിർത്താൻ വിചാരിക്കാം കേട്ടോ. ഈ റോഡിൽ കൂടി, ഈ കാടിൻ്റെ സൈഡിൽ കൂടി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുണ്ടാ അങ്ങോട്ട് മലയ്ക്ക് നിറയെ കാട്. ഇതിൻ്റെ ഉള്ളിലൊന്നും പുലിയിരുന്നാൽ നമ്മൾ കാട് തന്നെയല്ല, അത്രയ്ക്കും കാടാണ്. പക്ഷികളുടെ സൗണ്ടൊക്കെ കണ്ടേ, ഏതൊക്കെയോ തരം പക്ഷികളുടെ സൗണ്ട്. ഞാൻ ചെറുപ്പത്തിൽ കൊതിച്ചതാണ് ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കേട്ടോ. അതായത് ഇങ്ങനെ പക്ഷികളുടെ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ കാടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ജീവിച്ച് അങ്ങനെയൊക്കെ വേണമെന്നുള്ളത് ഞാൻ കൊതിച്ചതായിരുന്നു. പക്ഷെ നമുക്കതൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഇപ്പോഴാണ് അതൊക്കെ സഫലമായത്. അപ്പോൾ ഇതാ എനിക്കിതൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ്. പക്ഷെ അന്ന് ആഗ്രഹം പോലെ ആഗ്രഹിച്ച സമയത്ത് കാണുവാണെങ്കിൽ ഇതിലേറെ സൗന്ദര്യം ഉണ്ടാവുമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുക. അപ്പോൾ നമ്മൾ കുറച്ച് വിവരം ബുദ്ധിയൊക്കെ വെച്ചതും കൊണ്ട് കുറച്ച് ആ ഒരു സൗന്ദര്യ ആസ്വാദനം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അന്ന് കണ്ടതായിരുന്നെങ്കിൽ ഇതിലേറെ ആസ്വദിക്കാൻ പറ്റുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ. ഇവിടെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ തോട്ടങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രാത്രി അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ആൾ വന്ന് നിൽക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടൊരു കുഞ്ഞ് ഷെഡ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും, ചെറുത്. വേറെ ചുറ്റും മറിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഓല ഇങ്ങനെ മേഞ്ഞ് ഷീറ്റിട്ടിട്ട് അതിൻ്റെ മേലെ ഓല മേഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് കാണിക്കാം. ഇത് കണ്ട, ഇതൊക്കെ കാണുമ്പോൾ നമുക്കും ഇവിടെ വന്ന് ഒരു ദിവസം നിന്നാലെന്താണെന്നൊക്കെ തോന്നും. പക്ഷേ ധൈര്യമില്ല, ഉറക്കമൊഴിച്ചൊക്കെ നിന്ന് അങ്ങനെയൊക്കെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെയൊക്കെ ഒരു ദിവസം തങ്ങി പടക്കൊക്കെ പൊട്ടിച്ച് അങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റും. പക്ഷെ നമുക്കിപ്പോൾ പറ്റില്ലല്ലോ. നമ്മുടെ സൂര്യൻ എന്താ കുറച്ചും കൂടി താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു സൈഡ്, ഇതാണ് മറ്റേ സൈഡ്.
അപ്പോൾ ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പോണ വഴികളൊക്കെ സെയിം ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നല്ലൊരു ഇറക്കമാണ് ഞാൻ ഇപ്പോൾ ഇറങ്ങിയത്. അപ്പോൾ അടുത്തത് ഇറങ്ങാൻ പോണത് നല്ലൊരു ഇറക്കമാണ്. അപ്പം എന്നാൽ ഇതൊക്കെ തന്നെയുള്ളൂ അവിടെ എത്തുമ്പോൾ വരേക്കുള്ള കാഴ്ചകൾ കേട്ടോ. അപ്പം എന്നാൽ വീഡിയോ ഞാൻ നിർത്താൻ പോവാ. നല്ലൊരു പാറക്കല്ല് എൻ്റെ പുറകിൽ എന്താ. അപ്പം എന്നാൽ ഇനിയിപ്പോൾ വേറെ കാഴ്ചകളൊന്നും പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. അതാണ് ഒരു കുഞ്ഞു ഉന്നതി, അതായത് പണ്ടത്തെ ഊര് എന്ന് പറയുന്ന ഒരു ഉന്നതി. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ.